മരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കലയാണ്. മറ്റെല്ലാത്തിനെയും പോലെ ഞാൻ അത് അസാധ്യമായി ചെയ്യുന്നു. അമേരിക്കൻ കവയിത്രിയും എഴുത്തുകാരിയുമായ സിൽവിയ പ്ലാത്തിന്റെ ലേഡി ലാസറസ് എന്ന കവിതയിലെ വരികളാണിവ. തന്റെ ആഴമേറിയ വാക്കുകൾ കൊണ്ട് ജീവിതത്തിന്റെ വാസ്തവതയെ പൂർണ്ണമായും തുറന്നു കാണിച്ച് കാലങ്ങളെയും അതിജീവിച്ച സിൽവിയ ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച സാഹിത്യ പ്രതിഭകളിൽ ഒന്നാണ്. അവരനുഭവിച്ച ദുരന്തങ്ങളെല്ലാം പ്രേരണയാക്കി മാറ്റി തന്റെ തൂലിക കൊണ്ട് മനുഷ്യ മനസ്സിന്റെ ഭൂപടങ്ങൾ തീർത്ത അതുല്യ പ്രതിഭയ്ക്ക് പക്ഷേ ആയുസ് അധികം വിധിച്ചിട്ടുണ്ടായിരുന്നില്ല. 1932 ഒക്ടോബർ 27-ന് അമേരിക്കയിലെ ബോസ്റ്റണിലാണ് സിൽവിയ ജനിച്ചത്. തനിക്ക് വെറും 8 വയസ്സുണ്ടായിരുന്നപ്പോൾ തന്നെ സ്വന്തം പിതാവിനെ നഷ്ടപ്പെടേണ്ടി വന്നത് അവളുടെ ബാല്യത്തിൽ വലിയ ആഘാതമുണ്ടാക്കി. ആ ശൂന്യത അവളെ ജീവിതത്തിലുടനീളം പിന്തുടർന്നു. പിതാവിനെ ഒരു ദൈവത്തെ പോലെ ആരാധിക്കുമായിരുന്നെങ്കിലും സിൽവിയയ്ക്ക് പിന്നീട് അച്ഛനോടുണ്ടായിരുന്ന മനോഭാവം തന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു നിർദ്ധയനായ സ്വേച്ഛാധിപതിയോടെന്നോണമായിരുന്നു. തന്റെ അച്ഛനെ പോലെ തന്നെ തന്റെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിച്ച മറ്റു പുരുഷന്മാരോട് അവൾക്ക് ഒരേ സമയം തോന്നിയിരുന്ന ആരാധനയും വെറുപ്പും അവളിൽ ഒരുപാട് മാനസിക സംഘർഷത്തിന് ഇടയാക്കി. പിതാവിനോടുണ്ടായിരുന്ന സ്നേഹവും അദ്ദേഹത്തിന്റെ അഭാവം ഉണ്ടാക്കിയ ദേഷ്യവും നഷ്ടവേദനയും സൃഷ്ടിച്ച സങ്കീർണപരമായ മനോവികാരം സിൽവിയ ഡാഡി എന്ന കവിതയിൽ വിവരിച്ചു. 8 വയസ്സിൽ തന്നെ തന്റെ ആദ്യ കവിത പ്രസിദ്ധീകരിച്ച് അവൾ എല്ലാവരെയും അമ്പരപ്പിച്ചു. ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നെങ്കിലും അവൾ പതിയെ വിഷാദരോഗത്തിന്റെ പിടിയിലേക്ക് തെന്നി വീണിരുന്നു. കോളേജ് പഠനത്തിനായി സ്മിത്ത് കോളേജിൽ പോയ സിൽവിയ അവിടെയും അവളുടെ കഴിവുകൾ കൊണ്ട് തിളങ്ങി. അതിനുശേഷം മാഡമസെയിൽ മാഗസിനിൽ ഗസ്റ്റ് എഡിറ്ററായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് വിഷാദരോഗം മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ തന്റെ 20-ാം വയസ്സിൽ ഉറക്ക ഗുളികകൾ അമിതമായ അളവിൽ കഴിച്ചു തന്റെ ആദ്യത്തെ ആത്മഹത്യാശ്രമം നടത്തി. വിഷാദരോഗത്തിന് ചികിത്സയ്ക്ക് വിധേയമായ സിൽവിയ തിരിച്ചു വന്നതിന് ശേഷം സ്കോളർഷിപ്പ് കരസ്ഥമാക്കി ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ന്യൂനം കോളേജിലേക്ക് പോയി. 1956-ൽ സിൽവിയ കവി കൂടിയായ ടെഡ് ഹ്യൂസിനെ കണ്ടുമുട്ടി. മാസങ്ങൾക്ക് ശേഷം ഇരുവരും അതേ വർഷം വിവാഹിതരായി. ആ വിവാഹ ജീവിതവും അധികകാലം നീണ്ടുനിന്നില്ല. 1960-ൽ ഏപ്രിലിൽ അവരുടെ ആദ്യ കുഞ്ഞു ഫ്രീഡ ജനിച്ചതിനു ശേഷം ഒക്ടോബറിൽ സിൽവിയയുടെ ആദ്യ കവിതാ സമാഹാരം ദി കൊളോസസ് പ്രസിദ്ധീകരിക്കപ്പെട്ടു. 1961-ൽ അവരുടെ രണ്ടാമത്തെ കുഞ്ഞിന് ഗർഭഛിദ്രം സംഭവിച്ചു. ഇതിന് 2 ദിവസം മുന്നേ വരെ ഹ്യൂസ് തന്നെ ദേഹോപദ്രവം ചെയ്തിരുന്നു എന്ന് സിൽവിയ തന്നെ ചികിത്സിച്ച ഡോക്ടർക്ക് എഴുതിയ കത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു. അതേ വർഷം ഓഗസ്റ്റിൽ സിൽവിയ തന്റെ അർദ്ധ ആത്മകഥ ദി ബെൽ ജാറിന്റെ എഴുത്തു പൂർത്തിയാക്കി. 1962 ജാനുവരിയിൽ സിൽവിയ രണ്ടാം പുത്രൻ നിക്കോളസിന് ജന്മം നൽകി. അതേ വർഷം ജൂണിൽ സിൽവിയ തന്റെ 29-ാം വയസ്സിൽ അവരുടെ കാർ മനഃപൂർവ്വം ഒരു നദിയിലേക്ക് ഉന്നം വെച്ച് ഓടിച്ച് തന്റെ രണ്ടാം ആത്മഹത്യാശ്രമം നടത്തി. ജൂലൈയിൽ ഹ്യൂസിന് മറ്റൊരു സ്ത്രീയുമായുള്ള പ്രണയബന്ധം സിൽവിയ അറിയുകയും സെപ്റ്റംബറിൽ ഹ്യൂസ് സിൽവിയയെയും 2 കുട്ടികളെയും ഉപേക്ഷിക്കുകയും ചെയ്തു. ഒക്ടോബർ തുടക്കത്തോടെ സിൽവിയ തന്റെ ജീവിതത്തിൽ ഏറ്റവും തീവ്രമായ ക്രിയാത്മകതയിൽ ഏർപ്പെട്ടുകൊണ്ട് 26 കവിതകളിലധികം എഴുതി. ഇവയെല്ലാം സിൽവിയയുടെ മരണാനന്തരം ഏരിയൽ എന്ന കവിതാ സമാഹാരമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. 1962 ഡിസംബറോടെ ലണ്ടനിലെ വാടക വീട്ടിലേക്ക് തന്റെ 2 മക്കളുമായി മാറേണ്ടി വന്നപ്പോൾ കടുത്ത വിഷാദവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവളെ വലച്ചു. എന്നിരുന്നാലും 1963-ൽ വിക്ടോറിയ ലൂക്കസ് എന്ന തൂലികാ നാമത്തിൽ തന്റെ ഒരേ ഒരു നോവൽ ബെൽജാർ പ്രസിദ്ധീകരിച്ചെങ്കിലും അതിന് വേണ്ടത്ര അംഗീകാരം ലഭിച്ചില്ല. ദൈനംദിന ജീവിതത്തെ പോലും ബാധിക്കുന്ന വിധത്തിൽ അവളുടെ വിഷാദരോഗവും ഉറക്കമില്ലായ്മയും വളർന്നു കഴിഞ്ഞിരുന്നു. 1963 ഫെബ്രുവരി 11-ന് തന്റെ 30-ാം വയസ്സിൽ സിൽവിയ പ്ലാത്ത് ആത്മഹത്യ ചെയ്തു. മക്കളുടെ മുറി ടേപ്പ് കൊണ്ടും തുണികൾ കൊണ്ടുമൊക്കെ അടച്ചുമൂടിയ ശേഷം അടുക്കളയിലെ ഗ്യാസ് അവനിലേക്ക് തലവെച്ച് കാർബൺ മോണോക്സൈഡ് വിഷപ്പുക ശ്വസിച്ചായിരുന്നു മരണം. സിൽവിയയുടെ മരണത്തിന് 2 വർഷത്തിന് ശേഷം 1965-ൽ ഹ്യൂസ് ഏരിയൽ പ്രസിദ്ധീകരിച്ചു. 1971-ൽ ബെൽജാർ സിൽവിയയുടെ സ്വന്തം പേരിൽ തന്നെ മാറ്റി പ്രസിദ്ധീകരിക്കപ്പെടുകയും ഒരുപാട് ആസ്വാദകരെ നേടുകയും ചെയ്തു. 1981-ൽ ടെഡ് ഹ്യൂസ് സിൽവിയയുടെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത എല്ലാ സാഹിത്യങ്ങളും ദി കളക്ടഡ് പോയംസ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. 1982-ൽ ദി കളക്ടഡ് പോയംസിന് പുളിറ്റ്സർ പ്രൈസ് ലഭിച്ചു. അങ്ങനെ സിൽവിയ പ്ലാത്ത് മരണാനന്തരം പുളിറ്റ്സർ പ്രൈസ് ലഭിക്കുന്ന ആദ്യ കവിയായി മാറി. ജീവിച്ചിരുന്നപ്പോൾ കിട്ടാതിരുന്ന ഒരുപാട് അംഗീകാരങ്ങൾ മരണശേഷം അവരെ തേടി വന്നു. മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളെ തുറന്നുകാട്ടുന്ന സിൽവിയയുടെ പച്ചയായ എഴുത്ത് ഇന്നും അവരെ അനശ്വരമാക്കുന്നു.